ഈ കല്ല് കൊണ്ടുവന്ന വാർത്തയാണ് ആദ്യം ഫ്ലാഷ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി വീട്ടിൽ നിന്ന് വിളി വന്നു, എന്താ സംഭവിച്ചത്, എന്താണ്. കുഴപ്പമില്ലാത്ത കല്ലായിരുന്നു. പിന്നെ അത്യാവശ്യം വലിയ കല്ലായിരുന്നു. കേരളത്തെ മീഡിയയെ പറ്റി നല്ല അഭിപ്രായം പറയുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടായി. കേരള മീഡിയ കൃത്യമായിട്ട് ഇത് എത്തിക്കുന്നുണ്ട്. ആക്ടിവിസം കേരള മീഡിയ ചെയ്തിരുന്നു. അതിൻ്റെ സത്യവും പറയുന്നുണ്ട്, മറ്റു മറുവശങ്ങളും പറയുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. വിവിധങ്ങളായ ദേശത്ത് നിന്ന് ആളുകൾ എന്തെങ്കിലും ഒന്ന് ഇവിടെ ചെയ്തു കൊടുക്കണം എന്നാഗ്രഹിച്ച്, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ കുറേ മനുഷ്യർ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, നാട്ടിൽ നിന്നുള്ള ആൾ, അവർ വീട്ടിൽ നിന്ന് വെച്ച് ഇവിടെ കൊണ്ടു കൊടുക്കണം. എനിക്ക് ഭക്ഷണം കൊണ്ടു തന്ന ആരാന്നറിയോ? കാശ്മീരിൽ നിന്നുള്ള ആൾ. വെള്ളം കൊണ്ടു തന്നത് ഗുജറാത്തിൽ നിന്നുള്ള ആൾ. ഒപ്പം ഞങ്ങളുടെ അവിടുത്തെ മാധ്യമപ്രവർത്തകർക്കെല്ലാം ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്ത് ഉത്തർപ്രദേശിൽ നിന്നും അങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്ന പലയിടത്തു നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ജന്തർ മന്ദർ വരിക. നമ്മളെ സംബന്ധിച്ച് മൈക്ക് മാത്രം കയ്യിലെടുത്താൽ മതി. അവർ ഇത്രയധികം ഭാരമുള്ള സാധനം പിടിച്ച ഇത്രയധികം ആളുകൾ ഇവിടെ നിന്നൂടി നമുക്ക് ഒരു വഴിയാണുള്ളത്, കടന്നു പോകാൻ പറ്റില്ല. ഇങ്ങനെ ഞെങ്ങി ഞെരങ്ങി പോകുമ്പോൾ ഈ സാധനങ്ങളുമായിട്ട് പോകുന്നവരുടെ സാഹസികത, കാലാവസ്ഥ, കൊടും ചൂട്, അതിനിടയിൽ ചിലപ്പോൾ മഴ. ജന്തർ മന്ദറിലെ CJP സമര റിപ്പോർട്ടിംഗ് ഒരേ സമയം ആവേശകരവും അതേസമയം തന്നെ വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നു. ഗോദി മീഡിയ എന്ന് നമ്മളടുത്തൊക്കെ ചിലർ വന്ന് പറഞ്ഞു. പക്ഷേ നമ്മളവരെ തിരുത്തുന്ന സാഹചര്യം ഉണ്ടായി. നോബൽ മാരിക്കാരന് കല്ലേറ് കിട്ടി. അങ്ങനെ പലതരം അനുഭവങ്ങളുണ്ട് ഇവിടെയുള്ള റിപ്പോർട്ടർമാർക്ക്. റിപ്പോർട്ടർ TVക്ക് വേണ്ടി ഈ സമരം റിപ്പോർട്ട് ചെയ്ത് അവസാനം സമരം വിജയം കണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ആഘോഷവും വരെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരാണ് സജോ ദേവസ്യ, മുബഷിർ പി അക്ബർ, നമ്മുടെ ബ്യൂറോ ചീഫ് സുനിൽ PR സുനിൽ, ഒപ്പം നോബൽ മാരിക്കാരൻ YS അഭിനന്ദ്. അവരുടെയൊക്കെ അനുഭവം എന്താണ് എന്നറിയാൻ പ്രേക്ഷകർക്കും കൗതുകമുണ്ടാകും. എങ്ങനെയാണ് ഈ സമരം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്, ഏതുതരം മാനസികാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. PR സുനിൽ ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട്. എങ്ങനെയാണ് ചേട്ടാ ഇത് സമരം കണ്ടപ്പോൾ, റിപ്പോർട്ട് ചെയ്തപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യം? നോക്ക്, നമ്മളൊരു കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ ഡൽഹിയിലെ സമരങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ ജന്തർ മന്ദറിൽ 2012 നടന്ന മറ്റൊരു സമരമുണ്ട്, അണ്ണാ ഹസാരിയുടെ സമരം. ഏതാണ്ട് ആ സമരം നടന്ന അതേ സ്ഥലത്താണ് ഈ വിദ്യാർത്ഥികളുടെ സമരം നടന്നിരിക്കുന്നത്. ആ സമരം 2012 ആ സമരം ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റി. അപ്പോൾ നമ്മൾ എല്ലാവരും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ ഈ ഒരു സമരം മുന്നേറ്റം അത് എന്ത് മാറ്റം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. വേറൊരു സമരം കൂടി പറയാം, കർഷക സമരം. അത് 2021 നടന്നിട്ടുള്ള കർഷക സമരം, അതുപോലെ തന്നെ 2012 തന്നെ നടന്നിട്ടുള്ള നിർഭയ സമരം. അപ്പോൾ ഈ സമരങ്ങളൊക്കെ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമരങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു യുവാക്കൾ നടത്തിയ, ഈ ജൻസികൾ നടത്തിയ ഈ മുന്നേറ്റം. ഇവിടെ നമ്മൾ നോക്കിയാൽ ഏതെങ്കിലും ഒരു കൊടിനിറം വെച്ചല്ല ഈ കുട്ടികളൊക്കെ തന്നെ വന്നത്. ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ ഗ്രൂപ്പുകൾ വരുന്നു, കൂടുകൂട്ടുന്നത് പോലെ ഈ ഒരു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെറിയ വിദ്യാർത്ഥി സംഘടനകൾ വരുന്നു. ഇന്നലെ ഞാനിവിടെ കണ്ടൊരു കാഴ്ച എന്നത് ഈ പപ്പടം, നമ്മളിവിടെ റോഡിലൊക്കെ കാണുമല്ലോ, ഈ പപ്പടം വിറ്റ് നടക്കുന്ന ആളുകൾ. അങ്ങനെ ഒരാൾ ഇവിടെ വരികയും അയാളുടെ സഞ്ചിയിലുണ്ടായിരുന്ന മുഴുവൻ പപ്പടവും എടുത്ത് ഈ ഒരു സമര വിജയത്തിന് ശേഷം ആ വരുന്ന വിജയാഹ്ലാദവുമായി വരുന്ന കുട്ടികൾക്ക് പപ്പടം ഫ്രീ ആയി കൊടുക്കണം. വിൽക്കാൻ കൊണ്ടുവന്ന പപ്പടം സന്തോഷം കൊണ്ട് ഫ്രീ ആയി കൊടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ ഒരു സമരത്തെ ഏറ്റെടുത്തു. അത് വളരെ പ്രധാനമാണ്. എല്ലാവരും ഈ പരിസരത്തുണ്ടായിരുന്ന എല്ലാവർക്കും ഈ സമരം അവസാനിപ്പിക്കണം, കുട്ടികളുടെ ആവശ്യം നിറവേറണം എന്നുള്ളതായിരുന്നു. ഇതൊക്കെ നമ്മുടെ മക്കളല്ലേ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിനിടെ ചില പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു. കല്ലേറിൽ ഈ ഭാഗത്തോ കല്ലേറ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അല്ല, കല്ലേറ് സ്വാഭാവികം നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കല്ലേറുണ്ടായത്. കല്ലേറ് ഉണ്ടാവുകയായിരുന്നില്ല. ആദ്യം പോലീസ് ലാത്തിചാർജ് നടത്തി, വീണ്ടും പോലീസ് ലാത്തിചാർജ് നടത്തി. അപ്പോൾ പ്രതിഷേധക്കാർക്ക് നിലനിൽപ്പില്ല ചെയ്ത് അവർ കല്ലെറിഞ്ഞു. ആ കല്ലേറ് നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കല്ല് നമ്മൾ അതിലേക്ക് പോകുന്ന കല്ല് കണ്ടു. അപ്പോൾ ഇതിനൊരു കല്ല് നമ്മൾ കണ്ടില്ല. ആ കല്ല് വന്ന് വയറ്റി കൊണ്ടു. അങ്ങനെയാണ് ആ കല്ല് കൊണ്ട്. പക്ഷേ കല്ല് കൊണ്ടതിന് ശേഷം വയറ് വെച്ച് കല്ല് തടുത്തു. പക്ഷേ കല്ല് കൊണ്ടതിന് ശേഷം പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ആ വാർത്ത ഈ സമരത്തിനെതിരെ ഉപയോഗിക്കുകയായിരുന്നു ഇത്. കാരണം സമരക്കാർ പോലീസിനെ കല്ലെറിഞ്ഞു, മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ തരത്തിലൊക്കെ അതിനെ ഒരുപക്ഷെ സംഘപരിവാർ ഹാൻഡിലുകൾ പൂർണ്ണമായി അതിനകത്ത് ഈ കല്ലെറി കൊണ്ടു വാർത്ത വന്നു. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. കാരണം നമ്മളിവിടെയാണ്, എത്രയോ ദൂരത്താണ്. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെയാണ് അമ്മ വിളിച്ചിട്ട് മോനെ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയ ആശങ്ക ഉണ്ടായോ? സ്വാഭാവികം ഉണ്ടാവുമല്ലോ. കാരണം കല്ലുകൊണ്ട് പരിക്കേറ്റു, നമുക്ക് ദൃശ്യങ്ങളൊന്നും ആ സമയത്ത് നെറ്റില്ല, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കല്ല് കൊണ്ടുവന്ന വാർത്തയാണ് ആദ്യം ഫ്ലാഷ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി വീട്ടിൽ നിന്ന് വിളി വന്നു, എന്താ സംഭവിച്ചത്, എന്താണ്. കുഴപ്പമില്ലാത്ത കല്ലായിരുന്നു. പിന്നെ അത്യാവശ്യം വലിയ കല്ലായിരുന്നു. വേറെ ആന്തരിക കല്ലേറിന്റെ വാർത്ത കത്തിച്ചു കൊടുത്തത് ആദിൽ പാലോടാണ്. അല്ല, ഇത് നമ്മുടെ ഒരു സഹപ്രവർത്തകന് കല്ലേറ് കൊണ്ട് ഇങ്ങനെ വേദനിക്കുമ്പോൾ അത് വാർത്ത കൊടുക്കണമല്ലോ. അപ്പോൾ നോബലിന് കല്ലേറ് കൊണ്ടുവന്ന് ഫസ്റ്റ് ഓൺ അടിച്ച് ആദിലായിരുന്നു. അതായത് ഇപ്പൊ മുബശ്ശിറെ, ശരിക്കും നമ്മൾ പലതരം സമരങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. നാട്ടിൽ തന്നെ പല സമരം കണ്ടു. ഇവിടെ വന്നിട്ട് എന്താണ് ശരിക്കും കുറേ മണിക്കൂറുകൾ നമ്മൾ ഇതിന്റെ അകത്ത് നിന്നല്ലോ, ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ തോന്നിയത്? ഈ സമരത്തിൽ എന്തെങ്കിലും പ്രത്യേക ഒരു അനുഭവം ഹൃദയത്തിൽ തട്ടിയതുണ്ടോ? വല്ലാത്ത അനുഭവമായിരുന്നു. ഡൽഹിയിൽ ഇത് 3ാമത്തെ തവണയാണ് സ്പെഷ്യൽ ഡെപ്യൂട്ടേഷനിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ നേപ്പാളിലൊക്കെ ഇത്തരത്തിലുള്ള ജൻസി പ്രക്ഷോഭം നടന്ന സമയത്ത് ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുമോ, നമ്മുടെ നാട്ടിലെ പുതുതലമുറക്ക് ഇത് സാധിക്കുമോ എന്നുള്ളൊരു
സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കുട്ടികളത് തെളിയിച്ചു കൊടുത്തു എന്നുള്ളത്. പിന്നെ ഗോദി മീഡിയ എന്നുള്ളത് ഞാൻ വന്നതിന് ശേഷം നമ്മൾ വിളിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇക്കാര്യത്തിൽ ഗോദി മീഡിയ ആയിട്ടുള്ള ചില ആളുകൾ കൃത്യമായിട്ട് ഇവിടെയുള്ള ആളുകൾ എതിർക്കുന്നത് കണ്ടിരുന്നു. ഈ സൗരവദാസിനോട് ഞാൻ ചോദിച്ചിരുന്നു. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കും. കേരളത്തിലെ മീഡിയയെ പറ്റി നല്ല അഭിപ്രായം. അതെ, കേരളത്തെ മീഡിയയെ പറ്റി നല്ല അഭിപ്രായം പറയുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടായി. കേരള മീഡിയ കൃത്യമായിട്ട് ഇത് എത്തിക്കുന്നുണ്ട്. ആക്ടിവിസം കേരള മീഡിയ ചെയ്തിരുന്നു. അതിൻ്റെ സത്യവും പറയുന്നുണ്ട്, മറ്റ് മറുവശങ്ങളും പറയുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. പിന്നെ മനസ്സിൽ തട്ടിയ അനുഭവം എന്ന് പറയുന്നത് ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ പാരൻസിനോടൊക്കെ സംസാരിച്ചിരുന്നു. അവരൊക്കെ വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നത്. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ വന്നിട്ട് ഈ സമരക്കാരെ കൈമുത്തുന്നുണ്ട്. അങ്ങനെ അത്രയും വൈകാരികമായ നിമിഷം. അതെ, അവർക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി എന്ന് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ. ഏതായാലും ഒപ്പം സജു ദേവസ്യുണ്ട്. സജു ദേവസ്യ മറ്റേ കുന്നത്തുനാട് VP സജീന്ദ്രൻ്റെ അവിടെയുള്ള സമരം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് നേരെ വരുന്നത്. അവിടത്തുള്ള ആളുകൾക്ക് വീടും സ്ഥലമൊക്കെ ഒരുക്കി കൊടുത്തു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ സമരം റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്താ തോന്നിയത്? ഒന്ന് ഈ പരമ്പരാഗതമല്ലാത്തൊരു സമര രീതിയാണ്. അപ്പോൾ എന്താണെന്ന് അറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷയും കൗതുകം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇതിനകം ഡിസ്കസ് ചെയ്തു. പക്ഷേ കണ്ടത് ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നെറ്റ്വർക്കുള്ള സ്ഥലത്തേക്ക് ഓടും. ഇവിടെ നിന്ന് വിഷ്വലും ദൃശ്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം അങ്ങനെ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണും. പല ആളുകളെയും പരിചയപ്പെടും. അപ്പോൾ ഒരു ദിവസം നേരെ അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ഓടി ഇങ്ങനെ പോകുന്ന വഴിക്ക് 3-4 ചെമ്പ് പിടിച്ചിട്ട്, വലിയ ചെമ്പ്, നമ്മുടെ ബിരിയാണി ചെമ്പുണ്ടല്ലോ, ചെമ്പ് പിടിച്ച് ഒരു അച്ഛനും അമ്മയായിരിക്കാം, അതുകൂടാതെ കുറേ ചെറിയൊരു 18, 19, 20 വയസ്സുള്ള ആളുകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവരോട് ചോദിക്കണം എന്താണ് നിങ്ങൾ ഈ ചെമ്പുമായിട്ട് അങ്ങോട്ട് പോകുന്നത്? 2-3 ചെമ്പുകളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കി ഇവിടെയുള്ള സമരക്കാർക്ക് കൊടുക്കാൻ കുറച്ച് ഒരു സ്ഥലം പറഞ്ഞു, ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല, മറന്നുപോയി, അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ കുറേ കാഴ്ചകൾ അതുപോലെയുള്ള ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കാര്യമാണ് പറഞ്ഞത്. അതുപോലെ വിവിധങ്ങളായ ദേശത്തിൽ നിന്ന് ആളുകൾ എന്തെങ്കിലും ഒന്ന് ഇവിടെ ചെയ്തു കൊടുക്കണം എന്നാഗ്രഹിച്ച്, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ കുറേ മനുഷ്യർ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, നാട്ടിൽ നിന്നുള്ള ആൾ, അവർ വീട്ടിൽ നിന്ന് വെച്ച് ഇവിടെ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഈ സമരം അങ്ങനെ പോയി എന്നിടത്താണ്, അതിൻ്റെ ഒരു പ്രത്യേക ഭാഷയിൽ ആളുകൾ യുണൈറ്റഡ് ആയി എന്നുള്ളിടത്താണ് സമരത്തിൻ്റെ ഒരു കാര്യമുള്ളത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ ജന്തർ മന്ദറിലെ സമരത്തെ പറ്റി ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് 2000 രൂപ ഞാൻ അയച്ചു തരട്ടെ, ഒന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുമോ, കുറച്ച് മരുന്ന് ഞാൻ അവിടെ എത്തിക്കട്ടെ, നിങ്ങളൊന്ന് കൊണ്ടു കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് എനിക്കും അതുപോലെ കോളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ദുബായിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട്, ഇതുപോലെ ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ വരുന്നു അവരുടെ പ്രചരണം. അതെ, ഭക്ഷണം വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണമുണ്ട്. ഇവിടുത്തെ സമരക്കാർ കുട്ടികൾ പറയുന്നത് ഇനി അയക്കല്ലേ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കോളുകൾ ഒരുപാട് ആളുകൾ ഈ സമരത്തിന് സഹായം അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അത്തരത്തിൽ വിളിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, ഒരു ജെൻസി ടൈപ്പ് ഓഫ് ഒരു സ്ട്രാറ്റജിയാണ് പലയിടത്തും കാണുന്നത്. ബ്ലിങ്കിറ്റിൽ സാധാരണഗതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും, കളർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റും. അത് AI വഴി പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ബ്ലിങ്കിറ്റിന് അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് ബ്ലിങ്കിറ്റ് ഇവിടെ ഓർഡർ ചെയ്യുന്നു, അത് വെച്ച് പരസ്യം ഇവിടെ വിതരണം ചെയ്യുന്നു. അതായത് ആ നിലയിലൊരു സമരത്തിന്റെ ഓൺലൈൻ സാധ്യതയെ എല്ലാ നിലയ്ക്കും ഉപയോഗപ്പെടുത്തി, പരമാവധി ഉപയോഗിച്ചു അങ്ങോട്ടേക്ക് എല്ലാ കാര്യത്തിലും. ഇവിടെ YS അഭിനന്ദുണ്ട്. YS അഭിനന്ദൻ, നമ്മുടെ ഒരു ജെൻസി പ്രക്ഷോഭം എന്ന നിലയിൽ ഇത് എങ്ങനെയാണ് മനസ്സിൽ തോന്നിയത്? ഈ നമ്മുടെ വേവ് ലെങ്ത് ഉള്ള ആളുകളാണോ? എല്ലാം നമ്മുടെ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരായിരുന്നു. ജെൻസികൾ ഒന്നടങ്കം അങ്ങ് ഏറ്റെടുക്കുമായിരുന്നു പ്രതിഷേധം. ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്ന 20-ാം തീയതി പാർലമെൻറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. മാർച്ചിന് ശേഷം ഈ അഭിജിത് ദീപ് കെ ഒരു വാഹനത്തിൽ അവിടെ നിൽപ്പുണ്ട്. കാല് വയ്യ, നടക്കാൻ വയ്യ, സമരപ്പന്തൽ ഒരു സൈഡിൽ നിൽക്കുന്നു. ആ സമയത്ത് MA ബേബി, CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും രാധാകൃഷ്ണൻ MPയും കൂടെയാണ് നടന്നു വരുന്നു. പുള്ളിക്ക് പിന്തുണ നൽകുന്നു. നേരെ ജന്തർ മന്ദർ വരുന്നു. ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാൻ നിൽക്കാല്ലേ. എനിക്ക് ഭക്ഷണം കൊണ്ട് തന്ന ആരാന്നറിയോ? കശ്മീരിൽ നിന്നുള്ള ആൾ. വെള്ളം കൊണ്ട് തന്നത് ഗുജറാത്തിൽ നിന്നുള്ള ആൾ. ഒപ്പം ഞങ്ങളുടെ അവിടുത്തെ മാധ്യമപ്രവർത്തകർക്കെല്ലാം ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്ത് ഉത്തർപ്രദേശിൽ നിന്നും അങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്ന പലയിടത്തു നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ജന്തർ മന്ദർ വരിക. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു കാഴ്ചയായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ 5 പേര് ഒരുമിച്ച്, നമ്മൾ ഈ പറഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങനെ പല ഭാഷ സംസാരിക്കുന്ന ഡൈവേഴ്സിറ്റിയൊക്കെ പറ്റി. അത് നേരിട്ട് എനിക്ക് ഈ ജന്തർ മന്ദർ 35 ദിവസം അതിനകത്ത് 20-ാം തീയതി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു. ജെൻസികൾ ഒന്നടങ്കം ഏറ്റെടുത്ത്, കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അതിൻ്റെ ഭാഗമാകാൻ പറ്റി. ഏതായാലും എല്ലാവരും ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 പേർ മാത്രമല്ല വീഡിയോ ജേർണലിസ്റ്റുകൾ ഓരോ സബിൻചത്തിൽ കണ്ണൻ പ്രസന്നൻ, ഹണി തങ്കപ്പൻ, അതുൽ ചന്ദ്ര, നന്ദു പേരാമ്പ്ര, അങ്ങനെ ഉണ്ണിത്തൂര് കണ്ണൻ പ്രസന്നനൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം പിന്നെ അതുൽ ചന്ദ്രനാണെങ്കിൽ പാർലമെന്റിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. നന്ദു പേരാമ്പ്രയ്ക്ക് കുറേ ദിവസമായി ഉറങ്ങി എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അല്ല, അവരുടെ എഫേർട്ട് നമ്മൾ പ്രത്യേകം പറയേണ്ടത്. കാരണം നമ്മളെ സംബന്ധിച്ച് മൈക്ക് മാത്രം കയ്യിലെടുത്താൽ മതി. അവർ ഇത്രയധികം ഭാരമുള്ള സാധനം പിടിച്ച ഇത്രയധികം ആളുകൾ ഇവിടെ നിന്നൂടി നമുക്ക് ഒരു വഴിയാണുള്ളത്, കടന്നു പോകാൻ പറ്റില്ല. ഇങ്ങനെ ഞെരങ്ങി പോകുമ്പോൾ ഈ സാധനങ്ങളുമായിട്ട് പോകുന്നവരുടെ സാഹസികത, കാലാവസ്ഥ, കൊടും ചൂട്, അതിനിടയിൽ ചിലപ്പോൾ മഴ, അതായത് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ റിപ്പോർട്ടിംഗ്. അത്ര ചലഞ്ചിങ് ആയിരുന്നു. ചലഞ്ചുകൾ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും, അതുകൊണ്ട് അത് ആസ്വദിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇതാണ് മാധ്യമപ്രവർത്തകരുടെ
ജന്തർ മന്തർ അനുഭവങ്ങൾ. വീഡിയോ ജേർണലിസ്റ്റുകൾ മുഴുവനുണ്ട്. അവർക്കൊപ്പം ടീം റിപ്പോർട്ടർ.